ഹായ്, അലമ്പ് ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നമ്മളെ കമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ടൗണാണ് കമ്പില്. അപ്പൊ കമ്പിൽ പോയി ഒരു അതിമനോഹരമായ ഒരു വിറ്റ് പറയാൻ പോതാ അവൻ എടുക്കുന്നുണ്ട്. കണ്ട, നിങ്ങളെല്ലാവരും കണ്ട? ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കമ്പ് പോയി. ചെരുപ്പിന് കൊടുക്കാൻ പൈസ ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയേ ഉള്ളൂ കേട്ടാ വീട്ടിലേക്ക്. അപ്പൊ ചെറിയൊരു വ്ളോഗാണ് കേട്ടാ, എല്ലാരും ഫുള്ള് കാണാം കേട്ടാ. അപ്പൊ ചെറിയൊരു വ്ളോഗ് നമ്മൾ എടുക്കാൻ പോന്ന, എല്ലാവരും ഫുൾ കാണുക. കമോൺ. ചെരുപ്പിന്റെ ടാഗ് വരെ പൊട്ടിച്ചിട്ടില്ല. ഒരു കാരണമുണ്ട് കേട്ടാ. കാരണം എൻ്റെ പുതിയ ഒരാഴ്ചക്ക് മുന്നേ വാങ്ങിച്ച ചെരുപ്പില്ലേ, നമ്മളെ നായ്ക്കള്, നമ്മള് കണ്ണൂരില് നായി എന്നാണ് പറയാ കേട്ടാ, പട്ടികള് കടിച്ച് മുറിച്ച് ഒരു വിധത്തിലാക്കി. പിന്നെ ഒരു രക്ഷയില്ല, ചെരുപ്പിടാണ്ട്. ആ ചെരുപ്പ് അതല്ല, അത് കാണുന്നില്ല, അത് വേറൊന്ന് വീട്ടിൽ നിന്ന് ഇടുന്നത്. അതും കടിച്ചു മുറിച്ച്. അപ്പം വേറെ മാർഗമില്ല, ചെരുപ്പിടാണ്ട് നേരെ വണ്ടി എടുത്തിട്ട് പോയി. എന്താ, ഞാനും മോനും കൂടി പോയി ചെരുപ്പ് വാങ്ങിച്ച് നേരെ വരുത്താന്ന്. അതാണ് അവൻ പറഞ്ഞത്. ടാഗ് വരെ പൊട്ടിക്കാണ്ട് ചെരുപ്പിട്ട്. നിങ്ങൾ ഈ കോഴയിലെല്ലാം ഇട്ടിട്ട് വേണ്ട, ഇതെല്ലാം നായി വരുന്നതിന് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുന്ന കല്ല് സ്റ്റോക്ക്. അപ്പം വീട്ടിലേക്ക് കേറി. അപ്പൊ എന്താ വെച്ചാൽ മീൻകറി ഉണ്ടാക്കണം. അയില ചട്ടിയിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. അപ്പൊ മീൻ മുറിച്ച് നല്ലൊരു മീൻ മുളകിട്ടതും അയില പൊരിച്ചതും, പിന്നെ ഒരു ചോറ് ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ട്. അപ്പൊ എല്ലാം വൃത്തിയാക്കണം. നമ്മൾ പടപടാ പോയതാന്ന്. അതാ കണ്ട, അലക്കിയ തുണിയെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എടുത്തിട്ട് വെച്ചിനില്ല, അൽമാരിയിലേക്ക് വെച്ചില്ല. അതെല്ലാം വെക്കണം. പണിയുണ്ട്. അപ്പൊ നേരെ കിച്ചണിലേക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചട്ടിന്ന് മീൻ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കണ്ട, നല്ല അയില നീന്തി കളിക്കുന്നുണ്ട്. അപ്പൊ ഈ നീന്തി കളിക്കുന്ന മീൻ ഇത് കണ്ട, നീന്തുന്നുണ്ട. അപ്പൊ നീന്തി കളിക്കുന്ന മീനെ നമുക്കൊന്ന് മുറിച്ചേ, നല്ല അസ്വരിന് കണ്ണൂർ സ്റ്റൈല് മീൻ മുളകിട്ടതും ഇങ്ങനെ ആയുധം വെച്ചിട്ട് ഇനിയിപ്പൊ തറച്ച് മുറിക്കുന്നു. നല്ല ഫ്രഷ് മീൻ. ഇത് നല്ല ഇവൻ ചോദിക്കുന്ന കേട്ടാണ്, നമ്മളെ വണ്ടിക്കാരൻ കൊണ്ടുവരുന്ന തന്നെ മീന്. അപ്പം ചെറിയൊരു ചെതുമ്പലുണ്ടാവും, അതിനെ വൃത്തിയാക്കി. തലയെല്ലാം ബ്ലാക്ക് കാണാട്ടോ കൊടുക്കുക. അതെ, നമ്മൾ തലയൊന്നും എടുക്കൂല, കാരണം നമ്മുടെ വീട്ടിലൊരാളുണ്ടല്ലോ. അപ്പം നമ്മൾ കണ്ടില്ല ബ്ലാക്കിനാ വീടിനേറ്റം വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പൊ മോനെ, അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിലുള്ള സാമ്പാറും അയില പൊരിച്ചതും അയില മുളകിട്ടതുമാണ് കേട്ടാ. മഴയുണ്ട്. വണ്ടി കഴുകണം, പണിയുണ്ട്. നമുക്ക് വണ്ടി കഴുകാനുണ്ട്, പിന്നെ നമ്മളെ വീഡിയോ എടുക്കണം. അതെ, നമ്മളെന്നെ അടുത്ത നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, എല്ലാരും കാണണം. കിട്ടാട്ടനും നളിനി ചേച്ചിയും അമ്മയും മോനും കൂടിയിട്ട് ചെയ്യുന്ന വീഡിയോ. സോറി, ഞാൻ എപ്പോഴും നളിനി ചേച്ചി എന്നാ പറയാറ്. അപ്പം അത് നളിനി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന്റെ അമ്മയുടെ പേരാണ്. കിട്ടെന്ന് പറയുന്നത് ഭർത്താവിന്റെ അച്ഛന്റെ പേരായിരുന്നു. അതാണ് ഇപ്പോഴും കിട്ടാട്ടനും നളിനി ചേച്ചി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ അയില കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 2 എണ്ണം ഫ്രൈ ആക്കാനും നമ്മുടെ അയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇട്ട് പെരട്ടെടുക്കണം. അതന്നെ. അപ്പം ഇത് നമ്മൾ കണ്ണൂരിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഇതിനൊന്നും പെരുത്ത് പൈസ ഒന്നും. ഇതെല്ലാം നമുക്ക് സാധനങ്ങൾ ഒതുക്കി വെക്കാം. 200 രൂപയേ ഉള്ളൂ. ഫെബ്രുവരി മാസത്തിൽ ജനുവരി മാസത്തിലും കലണ്ടർ എടുത്തിട്ടുണ്ട് 2024. ഇതിപ്പോ ജൂണായി, ഇതിൽ മാറ്റേണ്ട സമയമായി. അത് മുറിക്കണം. അങ്ങനെതാ അയിലൊക്കെ ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ എടുത്തിടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് ഉപ്പ് കഴിഞ്ഞാൽ അകത്തുണ്ട്. ഞാൻ ആവശ്യത്തിന് മാത്രമേ ഇട്ട് വെക്കാം. ദാരിദ്ര്യം നല്ലടാ, അകത്തുണ്ട്. അപ്പം ഇതൊരു കുറച്ച് സമയം പൊരിക്കണം കേട്ടോ. അങ്ങനെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറുവ തന്നെ. നമുക്കൊരു ഫോൺ അതിനിടക്ക് വന്നിട്ടുണ്ട്. ഉറങ്ങ അബുദാബിയിലാണ്. അപ്പൊ ഈ കോളത് ഞാൻ എടുക്കട്ടെ. ഹലോ, ഇങ്ങ നോക്കി, ഇവൻ വ്ലോഗ് എടുക്കുന്ന. എന്തേനു നോക്കട്ടെ. നല്ല ഭംഗിയുണ്ടല്ലോ. കണ്ട ഓടി വരുന്നുണ്ടാ. ഇതാണ് നമ്മളെ ബ്ലാക്കി.
മഴ വരുന്ന വാ നീ വാ. എടി പോയിനി ബാ ഇടി നമ്മള് വീഡിയോ എടുക്കുന്ന ബ്ലാക്കി ബ്ലാക്കി വന്നിട്ടുണ്ടേ. ബ്ലാക്കിക്ക് വേണ്ടിട്ട് നമ്മൾ ബ്ലാക്കിക്ക് വേണ്ടിട്ട് സാല നമ്മള് കൊടുക്കാന്ന് വിചാരിച്ച്. ബ്ലാക്കി നല്ല അനുസരണമുള്ള കുട്ടനാണ്. ബ്ലാക്കി തല കഴിക്കുന്നുണ്ട്, തിന്നോ. ഇവിടെ മക്കളാണ് നമുക്ക് ശല്യം അല്ലേ? സത്യം, ഇവിടെ മക്കളെ എന്നാ ചെയ്യേണ്ടത് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇപ്പൊ. അപ്പൊ മീനിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫോണ് വെച്ച് അപ്പൊ ഞാൻ എന്ത് ചെയ്യാച്ചാൽ ചോറുണ്ടല്ലോ, ഞാൻ കാണിച്ചാ നിങ്ങൾക്ക് ചോറ്. എന്നടാ ആ ചോറന്നെ, ചോറല്ല ഓ അങ്ങനെ. അപ്പൊ ഓറ് നമ്മൾ പറയേ. അപ്പൊ ഏട്ടൻ വെച്ച് ഫോൺ വെച്ച് ഞാൻ വേഗം നമുക്ക് മുന്നേ വിശക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വേഗം പക്ഷെ അതല്ല ഇട്ടിട്ടെല്ലാം വരുന്നതല്ലേ. അപ്പം പുളി ഇട്ടിട്ടുണ്ട്. അതിന്റെ മീൻ പൊരിക്കാനുള്ളത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. 2 എണ്ണം, 2 മീൻ പൊരിക്കേണ്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇട്ട് ഇനി വിശപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അണുങ്ങപ്പ. നിങ്ങളവിടെ എന്നാ പറയും, കുഞ്ഞു മഴയാകുമ്പോഴേക്ക് അണുങ്ങ് തുടങ്ങി, ഈച്ച കുറഞ്ഞ് അണുങ്ങ് തുടങ്ങി. ഉപ്പിന്റെ പാക്കറ്റ് അത് ഉപ്പ് ആണ്. അപ്പൊ ഉപ്പ് നേരത്തെ കുറവായിരുന്നു ഇട്ടത്, ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. പൊരിമീനിനും ഉപ്പ് നേരത്തെ കുറവായിരുന്നു. ഉപ്പില്ലാത്ത എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ, എന്താ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ജീവിതം നന്നായിരുന്നു. പഴഞ്ചൊല്ല് ഇത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ ആകും മീനിന് ഉപ്പില്ലെങ്കിൽ. അപ്പം അത് റെഡിയായി പാത്രമെല്ലാം ഒതുക്കി വെച്ച്. ഇതൊന്നും ഉണ്ടാക്കാനൊന്നും ഇപ്പം പറ്റില്ല. സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാർ എടുത്തിട്ട് വെച്ചതാ റെഡി. അപ്പം സാമ്പാർ ചൂടാക്കിയാൽ നമ്മളെ ചോറും പൊരിഞ്ഞ് വരുന്നുണ്ട്. മീൻ ഒരു സൈഡ് പൊരിഞ്ഞു, ഇനി അടുത്ത സൈഡ് കൂടി ആയാൽ നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണം ആയി. അച്ചാറുണ്ട്. ചുട്ടെടുക്കും. ഇപ്പൊ എല്ലാം റെഡിയായി. ക്ലാസ്സിലെ പിള്ളേരെല്ലാം ചുട്ടിട്ടെടുക്കുക. അത് മണക്കും. ചിലപ്പോ അടുപ്പ് വേണം, മോനെ അടുപ്പ്. അടുപ്പിൽ ചുടുന്ന നല്ല രസം. ഗ്യാസിൽ ചുടുമ്പോ ആ ഒരു ഇത് കിട്ടൂല. കമന്റ് ചെയ്യാം കേട്ടാ. അത് ഞാൻ ചെയ്യും. അതെ, ആരെല്ലാവോ ഞാനെന്താ പറഞ്ഞത്, നിങ്ങൾ ഇവ പറഞ്ഞത് ഇത് കാണുന്നവർ ചുടുന്നുണ്ടെങ്കിൽ കമന്റ് തന്നെ. ശരി തന്നെ. അപ്പൊ എന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞ പ്രാന്തത്തിനെ പോലെ ഉണ്ടാവും എന്ന് വെച്ചാൽ അങ്ങനെല്ലാം പോയി. പിന്നെ എനിക്കൊന്നും സുഖമില്ല, ഭയങ്കര ചെവിവേദനയാണ് 2 ദിവസമായിട്ട്, ഭയങ്കര തലവേദനയും. അതുകൊണ്ട് ഇവൻ പറഞ്ഞതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ഇവൻ ചെയ്യാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാം, എന്നെ മാക്സിമം ഇവന് തമാശയാക്കണം. എന്നെ ചെരുപ്പിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ചെരുപ്പിനത് എടുക്കാൻ വിട്ടു, പെട്ടെന്ന് പോയതാണ്. പെട്ടെന്ന് അത് അനിയന്റെ മോൾക്കൊരു സ്ഥലത്ത് പോകണമായിരുന്നു. അപ്പൊ ബസ് പോയി, അവളെ കൊണ്ടുവരേണ്ടി നമ്മൾ പോയതാണ്. അതാണ് ഈ വീട്ടിൽ തരുന്ന ഡ്രസ്സും അടുത്താണ്, കുറച്ചേ പോകണ്ടു. അപ്പൊ അവിടെ പോയപ്പോ അപ്പം പറഞ്ഞ ചെരുപ്പ് ഏതായാലും ചെരുപ്പിനാണ്ടാ ഞാൻ പോയത്. ചെരുപ്പിൽ ഇപ്പം പറഞ്ഞാൽ നമുക്ക് നേരെ ചെരുപ്പ് വാങ്ങിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ. പൈസ എടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. ഗൂഗിൾ പേയിൽ പൈസ ഉണ്ട്. ഗൂഗിൾ പേയിൽ പൈസ ഇല്ലേ? 500 രൂപ അപ്പൊ ഇത് നമ്മൾ സ്ഥിരം ചോറ് കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റുകളാണ്. ഇനി ഗസ്റ്റുകൾ മാത്രം വരുമ്പോ എടുക്കുന്ന പ്ലേറ്റുകളുണ്ട്. സ്ഥിരമുള്ള പഠിപ്പത അത് ഇതിന്റെ ഉള്ളില് ഭദ്രായി വെച്ചിട്ടുണ്ട്. അത് എടുക്കലേ ഇല്ല. കണ്ട, ഇതൊക്കെ ഉള്ളിയാണ്. അങ്ങനെ ഇവിടെയെല്ലാം ഉണ്ട്. ഒരു മോഡൽ ഗ്ലാസ് എന്താ. അപ്പൊ നമുക്കിനി അപ്പോ നല്ല ചൂട് ചോറ്. അതന്നെ ചൂട് ചോറ് നമുക്ക് നമ്മൾ രണ്ടാളും അത്രയും കഴിക്കും. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതാവണ്ട, ചോറ് ഇവിടെ കഴിക്കല് കുറവാണ്. ഇത് പിന്നെ വെറുതെ കളയണ്ട കേട്ടാ, ഞാൻ തുടച്ചിട്ട് ഇടുന്നുണ്ട്. കാരണം രാത്രിയൊക്കെ നമ്മൾ ചോറ് കഴിക്കല് കുറവാണ്. രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ജ്യൂസോ
ഇവര് ചപ്പാത്തി കഴിക്കും, ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ ഒരു സ്പൂണ് ഇങ്ങോട്ട് വെക്കട്ടെ. സാമ്പാർ 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 പിന്നെ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പപ്പടം പിന്നെ എടുത്തോട്ടെ, ആവശ്യത്തിന് എടുത്തോട്ടെ. പിന്നെ മീൻ മുളകിട്ടത്, മീൻ മുളിച്ചത് സൈഡിലുണ്ട്. മീൻ മുളകിട്ടതും. അപ്പൊ ഇനി ഗ്ലാസ്സിൽ വെള്ളവും കഴിക്കാം. അപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ച വരെയുള്ള ഇന്നത്തെ ദിവസമാണ്. പക്ഷെ രാവിലെ തന്നെ എടുത്തിട്ടില്ല, പെട്ടെന്ന് നമ്മൾ പോയപ്പോൾ അങ്ങനെ എടുത്തിയാണ്. അപ്പൊ ശരി. ഇനി ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന എൻ്റെ മോനെ നിങ്ങൾ കാണണ്ടേ, വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഇതാ ആളിതാ അങ്ങനെ ഇവ മോനോട് ഇരിക്കും. അങ്ങനെ ചോറ് കഴിക്കാൻ പോകുന്നതാണ്. അപ്പം ശരി, ഒരു താറ്റ കൊടുത്ത് എല്ലാവർക്കും ബൈ ബൈ. ബൈ.